സൺഡേ സാലമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്നലെ വാഷിംഗ്ടണിൽ ട്രംപിൻ്റെ അധ്യക്ഷതയിൽ ഒരു മീറ്റിംഗ് നടന്നു. ഗാസയെ സംബന്ധിച്ചാണ്. യുദ്ധാനന്തര ഗാസ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച ഒരു ചർച്ചയാണ് അവിടെ നടന്നത്. പ്രത്യേകമായി രണ്ട് ആളുകളുടെ പ്രസൻസാണ് ആ മീറ്റിംഗിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഫോർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള ടോണി ബ്ലെയർ, രണ്ട് ട്രംപിൻ്റെ സണ്ണിൻലോ ആയിട്ടുള്ള ജാരേഡ് കുഷ്ണർ എന്ന് പറയുന്ന ആൾ. അവരെ കൂടാതെ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഗദയോൻ സാർ ഉണ്ടായിരുന്നു, സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ടായിരുന്നു, ആൻഡ് ഓഫ് കോഴ്സ് പ്രസിഡന്റും ഉണ്ടായിരുന്നു. ഇവരാണ് അതിനകത്ത് കോറായിട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്. ഈ മീറ്റിംഗിൽ എന്താണ് സംസാരിക്കപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. സ്റ്റീവ് വിറ്റ്കോഫിനോട് ഫോക്സ് ന്യൂസ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ യുദ്ധം കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ ഒരു വെരി കോംപ്രഹെൻസീവ് പ്ലാൻ ഓൺ ദി നെക്സ്റ്റ് ഡേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ യുദ്ധം തീരുന്ന അടുത്ത ദിവസം തന്നെ നടപ്പാക്കാനായി വളരെ കോംപ്രഹെൻസീവ് ആയിട്ടൊരു പ്ലാനാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് തരത്തിലാണ് ഈ പ്ലാൻ എന്നതിനെ സംബന്ധിച്ച് സൂചനയില്ല. ഇപ്പൊ ഗാസയെ സംബന്ധിച്ച് ഗാസയിലെ ഓപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നു, യുദ്ധം നടക്കുന്നുണ്ട്. കുറേശ്ശെയായി ഇഞ്ചിഞ്ചായി IDF മുന്നോട്ട് നീങ്ങുന്നു. IDFന്റെ മുന്നേറ്റം വളരെ സ്ലോ ആണ്. ഗാസയെ ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റുകളായിട്ട് 13 ഡിസ്ട്രിക്റ്റുകളായിട്ട് ഗാസ സിറ്റിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഡിസ്ട്രിക്റ്റ് പോലെ കുഞ്ഞു സ്ഥലങ്ങൾ. അപ്പൊ അതിലിപ്പോൾ 4 ഡിസ്ട്രിക്റ്റുകളിലാണ് പ്രധാനമായിട്ടും IDFന്റെ ഓപ്പറേഷൻസ് നടക്കുന്നത്. അവർ കൈയടക്കുന്ന സ്ഥലങ്ങളിലെ പാർപ്പിട സമുച്ചയങ്ങളൊക്കെ അവർ തകർത്ത് കളയാണ്, മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം അതിൽ എവിടെയെങ്കിലും ഒരു ഹമാസിന്റെ ഒരു കോൺസെൻട്രേഷനെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി വീടുകൾക്കുള്ളിലോ, ഇവരുടെ തുരങ്കങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് വീടുകൾക്കുള്ളിലോ, വീടുകളുടെ കാർ പോർച്ചിലോ, ഈവൻ കിച്ചണിൽ വരെ തുരങ്കങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സംഗതികൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പാർപ്പിടങ്ങൾ ബാക്കി വയ്ക്കുക എന്നുള്ളത് സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അത് നശിപ്പിച്ച് കളഞ്ഞ് മുന്നേറുക എന്നുള്ള ഒരു ടെക്നിക്കാണ് ഇപ്പോൾ IDF സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ താമസിക്കുന്ന ആളുകൾ ഈ IDF വരുന്നതിനനുസരിച്ച് സിറ്റിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ചുരുങ്ങുന്നു. കുറെ ആളുകൾ സിറ്റിയുടെ പുറത്തേക്ക് പോകുന്നു. അപ്പൊ സിറ്റിയുടെ പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഖാൻ യൂനിസ് പോലെയുള്ള വീണ്ടും ഗാസ സ്ട്രിപ്പിന്റെ തെക്കൻ ഭാഗത്തേക്കാണ് താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. IDF നിരന്തരമായി പാംപ്ലെറ്റുകൾ വിതരണം ചെയ്ത് ഗാസ സിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും മരുന്നും എല്ലാം എൻഷുവർ ചെയ്യും എന്ന് അവർ പറയുന്നുണ്ട്. ആരൊക്കെ സിറ്റിയിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറാവുന്നുണ്ടോ അവരെ IDF റിസീവ് ചെയ്ത് അവരെ സേഫ് ആയിട്ട് പാർപ്പിക്കുന്നുണ്ട്. അപ്പം എന്നാൽ പോലും ആളുകൾ തങ്ങളുടെ താമസസ്ഥലം വിട്ടു പോകാനുള്ള മടി കൊണ്ട് മനുഷ്യരെ തങ്ങളുടെ സ്ഥലത്തേക്ക് IDF എത്തുമ്പം സിറ്റിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ഒതുങ്ങുന്ന ഒരു രീതിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. പക്ഷെ കൂടുതൽ ആക്രമണം വരികയും മരണസംഖ്യ വർദ്ധിക്കുകയും ജീവിത സാഹചര്യങ്ങൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിയുന്ന ഒരു സാഹചര്യം വരും. ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് 4 മുതൽ 6 മാസമാണ് ഈ ഗാസ സിറ്റി പൂർണ്ണമായും കൈയടക്കുന്നതിന് വേണ്ടി IDFന് വേണ്ടി വരുന്ന സമയം. ഇതാണ് പട്ടാളം പ്രധാനമന്ത്രിയോട് ചോദിച്ചിട്ടുള്ള സമയം. പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് പരമാവധി 3 മാസം അതിനുള്ളിൽ തീർക്കണമെന്നാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു പേസ് വെച്ചിട്ട് ഇത് ഈ പറഞ്ഞ സമയം 4 to 6 months തന്നെ എടുക്കും. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ആളുകളുടെ ഇടയിൽ പാനിക് വർദ്ധിക്കുമ്പോൾ, അവിടെ ജീവിത സൗകര്യങ്ങൾ തീർത്തും ഇല്ലാതാകുമ്പോൾ ആളുകൾ കൂട്ടത്തോടെ ഒഴിയാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ കൂട്ടത്തോടെ ഒഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന ഗാസ ഓപ്പറേഷൻ വളരെ നേരത്തെ തീരാൻ സാധ്യതയുണ്ട്. ഇന്നലെ ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചത് 3-4 ആഴ്ച കൊണ്ട് ഈ പരിപാടി തീരുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ട്രംപിന്റെ വർത്തമാനങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. ഇപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന്റെ വലിയ നിശ്ചയമില്ല. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് എത്ര കാര്യമുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ശരി, ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഏകദേശം ഒരു 3 മാസത്തിനുള്ള ഈ പ്രോസസ്സ് അവസാനിക്കാനാണ് സാധ്യത. അപ്പൊ ഈ പ്രോസസ്സ് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് ഹമാസ് ഉണ്ടാവുകയില്ല മീൻസ് ആയുധങ്ങൾ അണിഞ്ഞ ഹമാസ് ഉണ്ടാവുകയില്ല. മനസ്സിൽ ഹമാസിന്റെ ആശയങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾ പിന്നീടും ബാക്കി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏത് തരത്തിലാണ് ഇവരിതിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ട്രംപിന്റെ പഴയ ഒരു പ്രസ്താവന ഉണ്ട്, റിവേറ ഓഫ് ദി മിഡിൽ ഈസ്റ്റ് ആക്കി മാറ്റും. അതായത് ഈ ഗാസ നിവാസികളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ച് മറ്റ് വിവിധ രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചതിന് ശേഷം ഗാസ സിറ്റിനെ ഒരു റിസോർട്ട് പോലത്തെ ഒരു ഏരിയ ആക്കി മാറ്റും എന്നാണ് അദ്ദേഹം അന്ന് ഇതിന്റെ തുടക്കത്തിൽ പ്രഖ്യാപിച്ചത്. അതിപ്പോൾ നിലവിലുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇനി ഗാസ നിവാസികളെ അല്ലെങ്കിൽ ഇപ്പോൾ ഗാസയിൽ താമസിക്കുന്ന അറബ് വംശജരെ അവിടെ തന്നെ താമസിപ്പിച്ചുകൊണ്ടുള്ള ഒരു
പുനരധിവാസമാണ് വാസ്തവത്തിൽ പുറമേ നിന്ന് നോക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ഈ ടോണി ബ്ലെയറിനെയൊക്കെ വിളിക്കുമ്പോൾ ടോണി ബ്ലെയറിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം 2007-2008 കാലഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റ് എൻവോയ് ആയിട്ട് അദ്ദേഹം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മിഡിൽ ഈസ്റ്റ് എൻവോയ്, മിഡിൽ ഈസ്റ്റിലേക്ക് ടോട്ടൽ കാര്യങ്ങൾ നോക്കുന്ന എൻവോയ് ആയിട്ട് ടോണി ബ്ലെയർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ ബ്രിങ്ങിങ് എക്കണോമിക് ഡെവലപ്മെന്റ് ടു പാലസ്തീൻ ഏരിയ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അന്ന് ഇയർമാർക്ക് ചെയ്യപ്പെട്ട് കൊടുത്ത വകുപ്പ്. അപ്പൊ അതനുസരിച്ച് ആ ഏരിയ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് ടോണി ബ്ലെയർ. ഹീസ് എൻ എക്സ്പെർട്ട്. അപ്പൊ ഏത് തരത്തിലാണ് ഈ പാലസ്തീൻ ഏരിയയ്ക്ക് ഡെവലപ്മെന്റ് നൽകാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഐഡിയ ഉള്ള ഒരാളാണ് ടോണി ബ്ലെയർ എന്ന നിലയ്ക്കാണ് ടോണി ബ്ലെയർ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടുള്ളത്. അപ്പൊ ടോണി ബ്ലെയർ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്ന് പറയുമ്പം ഇവാക്യുവേഷൻ ഓഫ് ഗ്യാസ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇവാക്യുവേറ്റ് ചെയ്യുന്ന ഗാസയാണ്, പിന്നെ ടോണി ബ്ലെയറിന്റെ ആവശ്യമില്ല. ടോണി ബ്ലെയർ ഇക്കണോമിക് ഡെവലപ്മെന്റ് ടു പാലസ്തീൻ ഏരിയ എന്നുള്ള ആ ഒരു കാര്യത്തില് സ്പെഷ്യലിസ്റ്റാണ്. അപ്പൊ അദ്ദേഹത്തെ അതിൽ ഈ മീറ്റിംഗിലേക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് ഇക്കണോമിക് ഡെവലപ്മെന്റ് നൽകാൻ പറ്റുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് കിട്ടാൻ വേണ്ടി ആയിരിക്കണം ടോണി ബ്ലെയറിനെ ഈ മീറ്റിംഗിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ റിവേർ ഓഫ് ദി മിഡിൽ ഈസ്റ്റ് എന്ന ഒരു സംഗതി ട്രംപ് ഉപേക്ഷിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇതിനകത്ത് ഒരു സൂചന നമുക്ക് കാണാൻ സാധിക്കും. ഇനി ജായഡ് കുഷ്ണർ എന്ന് പറയുന്ന ട്രംപിന്റെ മരുമകൻ, അദ്ദേഹവും ഈ മിഡിൽ ഈസ്റ്റ് വിഷയത്തിൽ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളാണ്. ഇദ്ദേഹവും മിഡിൽ ഈസ്റ്റ് എൻവോയ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് എൻവോയ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. കൂടാതെ അദ്ദേഹം ഒരു യഹൂദനാണെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇസ്രായേൽ താല്പര്യങ്ങളെ പരമാവധി സംരക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു റീഫോർമേഷൻ മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും ഉറപ്പാണ്. കാരണം 100% യൂതന്മാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് മിസ്റ്റർ കുഷ്ണർ. അപ്പൊ അദ്ദേഹം ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് മാത്രമാണ് ഗാസയിൽ വരുത്താൻ അദ്ദേഹം അനുവദിക്കുക. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള താല്പര്യങ്ങളും ഇതിനകത്തുണ്ട്. ഒന്ന്, മുഴുവൻ പാലസ്തീനികളെയും ഒഴിവാക്കിയിട്ട് ഗാസ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ പാലസ്തീനയുടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാസ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. എന്തായാലും ഹമാസ് എന്ന് പറയുന്ന ഒരു സാധനം തരിക്ക് പോലും അവിടെ ബാക്കി വെച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള കൺക്ലൂഷനും ഇസ്രായേൽ അനുവദിക്കുകയില്ല എന്നുള്ളതും ഉറപ്പാണ്. അപ്പൊ ഇതില് ഗദയോൻ സാറിനോട് ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്, അദ്ദേഹം കൂടുതലൊന്നും പറയാൻ തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞത് യുദ്ധം ഉടനെ തീരും, ഹമാസ് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യപ്പെടും എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനിടയിലൂടെ നമ്മൾ കഴിഞ്ഞ നേരത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു, സൗത്ത് സുഡാനിലൊക്കെ ആളുകളെ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് വിവിധ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ്, അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതുപോലെ അവിടെ മാത്രമല്ല, ഇന്തോനേഷ്യയിലും വേറെ പല രാജ്യങ്ങളിലും 4-5 ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്തോനേഷ്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവരെ മാറ്റി പാർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നതായും അവിടെ ഈ സൗത്ത് സുഡാനിൽ അതിനുള്ള പ്രവൃത്തികൾ നടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഗാസ ഏരിയയിൽ നിന്ന് ആളുകൾ ഒഴിപ്പിക്കുകയില്ല എന്ന കാര്യം പൂർണ്ണമായും പറയാനും കഴിയില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പം 2003 ഒക്ടോബർ 7 ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ഇടിച്ചു കയറുമ്പം അവരുടെ പിന്നിലുണ്ടായിരുന്നത് ഇറാനാണ്. അപ്പൊ ഇറാന്റെ ഒരു ഉപദേശം അനുസരിച്ച് ഇസ്രായേലിനെ ഇപ്പൊ എന്തെങ്കിലും ആക്കി അവരെന്ത് ഉദ്ദേശം അവിടെ കയറി എന്നുള്ളത് പറയാൻ പറ്റില്ല. 5000 പേര് ഇസ്രായേൽ കയറിയുടെ ആക്രമണം കാണിച്ചാൽ നാളെ ഇത് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച് ഏത് വിഡ്ഢിയാണ് ഗാസയിൽ ജീവിച്ചിരുന്നത് എന്ന് അറിയാൻ സാധിക്കില്ല. കാരണം ഇസ്രായേൽ അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളാണ്, അവരെ എന്നും അത് തെളിയിച്ചിട്ടുള്ളതാണ്. അവരെ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ 250 ബന്ദികളുടെ ബലത്തിൽ അവരെ തടഞ്ഞു വെക്കാൻ കഴിയുമെന്ന് വിചാരിച്ച ആ വലിയ വിഡ്ഢിത്തത്തിന്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം ഈ ഹമാസ് ആരെ പ്രതിനിധീകരിച്ചുവോ, ഗാസയിലെ മനുഷ്യരെയാണ് അവർ പ്രതിനിധീകരിച്ചത്, അവിടുത്തെ ഗവൺമെന്റ് ആയിരുന്നു അവര്. ആ ഗവൺമെന്റ് അന്ന് കാണിച്ച തെമ്മാടിത്തരത്തിന്റെ ഫലമായി ഇപ്പോൾ അവരുടെ ഭാവി തീരുമാനിക്കുന്ന വാഷിംഗ്ടണിലാണ്. നാളെ ഗാസയിലെ ഓരോ പൗരനും ഈ ഗാസയിൽ ജീവിക്കണമോ അല്ല സുഡാനിൽ ജീവിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് വാഷിംഗ്ടണിലാണ് എന്നൊരു ഗതികേടിലേക്ക് ഇത് മാറുകയും ഇറാൻ ഈ ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ ദുരന്തം.